നിലമ്പൂർ അംഗം ചൂട് പിടിക്കുകയാണ്. നിലമ്പൂർ അംഗം ചൂട് പിടിക്കുമ്പോൾ എല്ലാ കണ്ണുകളും PV അൻവറിലേക്കാണ്. PV അൻവറിൻ്റെ നിലപാടുകൾ അത് UDFനെയും LDFനെയും വല്ലാത്ത സമ്മർദ്ദത്തിൽ ആക്കിയിരിക്കുന്നു. PV അൻവർ പറയുന്ന നിലപാട് വളരെ ശ്രദ്ധേയമാണ്. താൻ UDFന് വേണ്ടി പ്രവർത്തിക്കാം, പക്ഷേ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് സതീശനെ മാറ്റണം. വളരെ ദുഷ്കരമായ നിലപാട്, അംഗീകരിക്കാൻ പ്രയാസമുള്ള നിലപാട്. മാത്രമല്ല 2026 UDF അധികാരം നേടുമെങ്കിൽ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും തനിക്ക് നൽകണം. അംഗീകരിക്കാൻ പറ്റാത്ത നിലപാട്. അതിനിടയിൽ UDFിലെ നേതാക്കൾ PV അൻവറിനെതിരെ പോര് തുടങ്ങിക്കഴിഞ്ഞു. തുറന്ന യുദ്ധത്തിനാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ ഒരു വസ്തുത, പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് CPI നേതാക്കളും PV അൻവറും തമ്മിൽ ചർച്ച നടത്തി എന്നതാണ്. അങ്ങനെ ചർച്ച നടത്തിയപ്പോൾ PV അൻവർ CPI നേതാക്കൾക്ക്, ഇടതുമുന്നണിയിലെ പ്രമുഖ കക്ഷിയായ CPI നേതാക്കൾക്ക് മുമ്പിൽ വെച്ച ഒരു ഡിമാൻഡും ശ്രദ്ധേയമാണ്. പിണറായി വിജയൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കരുത്. ഇതാണ് PV അൻവർ CPI നേതാക്കളോട് നടത്തിയ അനുരഞ്ജന ചർച്ചയിൽ പറഞ്ഞത്. ചുരുക്കത്തിൽ അവിടെയും ഇവിടെയും പിടികൊടുക്കാതെ നിൽക്കുകയാണ് PV അൻവർ. മത്സരത്തിന് ഇറങ്ങുമ്പോൾ, സ്വതന്ത്രനായി മത്സരത്തിന് ഇറങ്ങുമ്പോൾ തനിക്കൊരു താരമൂല്യം ഉണ്ടെന്ന് PV അൻവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ താരമൂല്യം നന്നായി വിനിയോഗിക്കാനാണ് PV അൻവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നത് വ്യക്തം. നിലമ്പൂരിൽ തനിക്ക് 75,000-ലധികം വോട്ടുകൾ കിട്ടുമെന്നും വലിയ ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്നും അൻവർ പറയുമ്പോൾ അതിൽ എവിടെയൊക്കെയാണ് ആ ഭൂരിപക്ഷത്തിന് അടിസ്ഥാനമായ വോട്ടുകൾ കിട്ടുക എന്ന ചോദ്യം കൂടി ബാക്കിയാകുന്നു. പ്രധാനമായും മുസ്ലിം ലീഗും അൻവറും തമ്മിൽ അടുത്ത കാലത്തുണ്ടായ ബാന്ധവമാണ്. നിലമ്പൂരിലെ മുസ്ലിം ലീഗ് അണികൾക്ക് ആര്യാടൻ ഷൗക്കത്തിനെ കണ്ണുകീറിയാൽ കണ്ടൂടാ. ആര്യാടൻ ഷൗക്കത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കളെ നിരന്തരം അധിക്ഷേപിച്ച് മുന്നോട്ട് പോയ നേതാവാണ്. സാക്ഷാൽ പാണക്കാട് ശിഹാബ് തങ്ങളെപ്പോലും വെല്ലുവിളിച്ച നേതാവാണ് ആര്യാടൻ ഷൗക്കത്ത്. അങ്ങനെ ഒരു പാരമ്പര്യം അദ്ദേഹത്തിന് ഉണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ് ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ മുഹമ്മദ് മുസ്ലിം ലീഗ് നേതാക്കളെയും പാണക്കാട് ശിഹാബ് തങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചിരുന്നു, അധിക്ഷേപിച്ചിരുന്നു, ഓപ്പണായി തന്നെ. അച്ഛൻ്റെ പാത പിന്തുടർന്നു വന്ന ആര്യാടൻ ഷൗക്കത്തും മുസ്ലിം ലീഗിനോടും അനുബന്ധ മുസ്ലിം സംഘടനകളോടും ഒരു അകലം പാലിച്ച നേതാവാണ്. ആ ആര്യാടൻ ഷൗക്കത്തിനെയാണ് നിലമ്പൂരിൽ മത്സരത്തിന് UDF നിയോഗിച്ചത്. അത് UDFൻ്റെ ഒരു ആനമണ്ടത്തരമായി മാറിയിരിക്കുന്നു. PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ എതിർത്തിരുന്നു. അത് ആര്യാടൻ മുഹമ്മദും PV അൻവറിൻ്റെ പിതാവും തമ്മിലുള്ള കുടിപ്പകയുടെ അവസാനമാണ്, കുടിപ്പകയുടെ ഭാഗമായാണ്. ആ ഭാഗമായാണ് UDFന് വേണ്ടി ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ അൻവർ ശക്തമായ തീരുമാനവുമായി രംഗത്ത് എത്തിയത്. ആര്യാടൻ മുഹമ്മദ് മരണം വരെ മുസ്ലിം ലീഗ് പ്രവർത്തകരോടും മുസ്ലിം ലീഗ് നേതാക്കളോടും മുസ്ലിം ലീഗിൻ്റെ ആത്മീയാചാര്യനോടും പടപെട്ടിയ നേതാവാണ്. പക്ഷേ ആര്യാടൻ മുഹമ്മദിന് വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിന് പിന്നിൽ ഏകശിലാഫലകം പോലെ ഉറച്ചു നിന്നു. അച്ഛൻ്റെ പൈതൃകമെന്നും അച്ഛൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയെന്നും അച്ഛൻ്റെ വെട്ടിത്തുറന്ന് പറച്ചിലൊന്നും ആര്യാടൻ ഷൗക്കത്തിന് പഥ്യമല്ല. പക്ഷേ ആര്യാടൻ മുഹമ്മദ്
ഉണ്ടാക്കിയ ഒരു ഓളം, ആ ഓളം നിലനിർത്താൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിഞ്ഞാൽ മാത്രമേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അട്ടിമറി വിജയം നേടാൻ കഴിയൂ. അപ്പുറത്ത് PV അൻവർ ഇടതുപക്ഷവുമായും വലതുപക്ഷവുമായും ചർച്ച നടത്തുന്നു. തകൃതിയിൽ തന്നെ ചർച്ച പുരോഗമിക്കുന്നു. അതിൽ CPI നേതാക്കളുമായി നടത്തിയ ചർച്ച, ബിനോയ് വിശ്വത്തിൻ്റെ നിർദ്ദേശ അനുസരണം CPI നേതാക്കളും മലപ്പുറത്തെ CPI നേതാക്കളും ആര്യാടൻ മുഹമ്മദുമായി നടത്തിയ ചർച്ച അത് വളരെ ശ്രദ്ധേയകരമായ ചർച്ച തന്നെയാണ്. കാരണം ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ ഏത് അടവും പയറ്റാൻ ഇപ്പോൾ LDF തയ്യാറാണ്. കാരണം ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ചാൽ മാത്രമേ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തിലില്ല എന്ന് കൃത്യമായി ജനങ്ങളെ അറിയിക്കാൻ, കേരളത്തെ അറിയിക്കാൻ പിണറായി സർക്കാരിന് ആവുകയുള്ളൂ. എന്തായാലും PV അൻവർ ഇപ്പോഴും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ തന്നെയാണ്. അങ്ങോട്ടും ചായാം, ഇങ്ങോട്ടും ചായാം, ഇടത്തോട്ടും ചായാം, വലത്തോട്ടും ചായാം, വേണ്ടി വന്നാൽ NDA മുന്നണിയിലേക്കും ചായാം. ഇങ്ങനെയാണ് PV അൻവർ നിൽക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ പോയപ്പോൾ PV അൻവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. തനിക്ക് വേണ്ടി സാക്ഷാൽ ദീദി മമതാ ബാനർജി ഇലക്ഷന് ഇറങ്ങും എന്നൊക്കെ PV അൻവർ വിചാരിച്ചു. പക്ഷേ തൃണമൂൽ കോൺഗ്രസ്സിന് കേരളത്തിൽ ഒരു സ്വാധീനവുമില്ല എന്ന് PV അൻവർ തിരിച്ചറിയുകയും വലിയ വലിയ മാറ്റങ്ങൾ ഇതിനകം സംഭവിക്കുകയും ചെയ്തു. സ്വതന്ത്രനായാണ് PV അൻവർ മത്സരിക്കുന്നത് നിലമ്പൂരിൽ. സ്വതന്ത്രനായി PV അൻവർ മത്സരിക്കുമ്പോൾ അതിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ട്. PV അൻവറെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുകയല്ല ലക്ഷ്യം, മറിച്ച് തൻ്റെ ശക്തി ഇടത് വലത് മുന്നണികളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. എങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് 77,000-ലധികം വോട്ടുകൾ താൻ നേടുമെന്നും താൻ വലിയ വിജയം കൈവരിക്കുമെന്നും ഒക്കെ. ഇതൊക്കെ PV അൻവർ പറയുന്നു എങ്കിലും ഇടതുപക്ഷവും വലതുപക്ഷവും അത് ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. കാരണം PV അൻവർ വെറുതെ ഒരു വെറും വാക്ക് പറയുകയല്ല. നിലമ്പൂരിൽ അദ്ദേഹത്തിന് ശക്തമായ സ്വാധീനമുണ്ട്. നിലമ്പൂരിൽ അദ്ദേഹം വലിയ ഒരു നേതാവ് തന്നെയാണ്. ഇപ്പോഴും നിലമ്പൂരിലെ സുൽത്താനാണ് അദ്ദേഹം അണികൾക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സ്വാധീനം നിലമ്പൂരിൽ ഉണ്ട്. എന്തായാലും PV അൻവർ വീണ്ടും ഇടതുപക്ഷത്തിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. CPI നേതാക്കൾ PV അൻവറുമായി ചർച്ച നടത്തിയത് പിണറായി വിജയൻ അറിഞ്ഞിട്ട് തന്നെയാണ് എന്നത് വ്യക്തം. അല്ലെങ്കിൽ LDFിലെ ഒരു ഘടകകക്ഷിക്ക് ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനുമായി ചർച്ച നടത്താൻ പറ്റില്ലായിരുന്നു. എന്തായാലും അവർ നടത്തിയ ചർച്ച വിജയിക്കുമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് വരും ദിവസങ്ങളാണ്. PV അൻവർ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ, മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സ്വീകാര്യമല്ല. BD സതീശന് പ്രതിപക്ഷ നേതാവായി പറ്റില്ല എന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അയാളെ മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്നാണ് LDFിൻ്റെ ഘടകകക്ഷിയായ CPIയോട് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇരു കക്ഷികൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഡിമാൻഡ് PV അൻവർ മുന്നോട്ട് വയ്ക്കുമ്പോഴും PV അൻവർ ഇടത്തേക്ക് ചായുമോ? ആ ചോദ്യം വളരെ പ്രസക്തമായി മാറും.